സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ റോയൽ പാലസിലൂടെ സഞ്ചാരം തുടരുകയാണ്. കൊട്ടാരത്തിലെ പ്രാധാന്യമേറിയ സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സും ഗസ്റ്റ് അപ്പാർട്ട്മെന്റ്സും എല്ലാം കണ്ടിറങ്ങി വ്യത്യസ്തമായ ചില കാഴ്ചകൾ തേടിയാണ് ഈ നടത്തം. യൂറോപ്പിലെ തന്നെ ഏറ്റവും ബൃഹത്തായ കൊട്ടാരക്കെട്ടുകളിലൊന്നാണ് സ്റ്റോക്ക്ഹോം പാലസ്. ഇപ്പോഴും സ്വീഡന്റെ രാഷ്ട്രത്തലവൻ രാജാവാണ്. കിങ്ഡം ഓഫ് സ്വീഡൻ എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ രാജ്യം അറിയപ്പെടുന്നത് തന്നെ. 16-ാം നൂറ്റാണ്ട് വരെയും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രാജാവ് ഭരിച്ചിരുന്ന ദേശമാണ് സ്വീഡൻ. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ഗുസ്താവ് വാസ എന്ന രാജാവിന്റെ കാലം മുതൽ രാജാധികാരം പിന്തുടർച്ചാവകാശപ്രകാരം കൈമാറി വരികയാണ്. 69 വയസ്സുള്ള കാൾ 16-ാമൻ ഗുസ്താവാണ് ഇപ്പോഴത്തെ രാജാവ്. 1973-ലാണ് അദ്ദേഹം അധികാരത്തിലേറിയത്. രാജകുടുംബത്തിന്റെ ആഡംബര പ്രതീകമാവുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്താനുള്ള ഉപാധി കൂടിയായിരുന്നു രാജകൊട്ടാരങ്ങൾ എന്നും. സ്വന്തം ജനതയെ ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കിയ പണം കൊണ്ട് തന്നെയാവാം 17-18 നൂറ്റാണ്ടുകളിൽ ഈ കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. പിൽക്കാലത്ത് രാജപ്രൗഢിയുടെയും സംസ്കാരത്തിന്റെയും ടൂറിസത്തിന്റെയും എല്ലാം കേന്ദ്രമാക്കി അതിനെ നിലനിർത്തിപ്പോരുന്നു. കൊട്ടാരത്തിന്റെ താഴത്തെ നിലയിലേക്കാണ് ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. മ്യൂസിയം ട്രേ ക്രോണറിലേക്കുള്ള വഴിയാണിത്. ഭൂഗർഭത്തിലാണ് മ്യൂസിയം. സെല്ലാർ പോലൊരു ഭാഗം. ഇവിടെ നേരത്തെ കൊട്ടാരത്തിൽ കണ്ട പളപളപ്പൊന്നുമില്ല. ഒരു ഭാഗത്ത് വിറക് അടുക്കി വച്ചിരിക്കുന്നു. വിറകിന് സ്റ്റോക്ക്ഹോമിലെ ആദ്യ കോട്ടയിലും പിന്നീട് പണിത കാസിലും കാസിലിന്റെ അവശിഷ്ടങ്ങൾക്കുമേൽ നിർമ്മിക്കപ്പെട്ട ഇപ്പോഴത്തെ കൊട്ടാരത്തിലും പ്രധാന സ്ഥാനമുണ്ട്. പണ്ട് അതിവിസ്തൃതമായ കാസിലിനെയാകി ചൂടാക്കി നിർത്തിയിരുന്നത് ഇവിടെ ശേഖരിച്ചു വെച്ച വിറകായിരുന്നു. 1697-ൽ വിറകിൽ നിന്നും തീ പടർന്ന് കാസിലിന് തീപിടിച്ചു. ദിവസങ്ങളോളം തുടർന്ന അഗ്നിബാധയിൽ ട്രേ ക്രോണർ കാസിൽ നിലംപൊത്തി. പിന്നീടാണ് ആ കാസിൽ അവശിഷ്ടങ്ങൾക്ക് മേൽ ഇന്ന് കാണുന്ന സ്റ്റോക്ക്ഹോം പാലസ് നിർമ്മിതമായത്. പുതിയ കൊട്ടാരം നിർമ്മിതമായപ്പോൾ ഈ നിലവറ വിറക് പുരയായും ധാന്യങ്ങളുടെ സൂക്ഷിപ്പ് കേന്ദ്രമായും ധാന്യം പൊടിക്കുന്ന ഇടമായുമെല്ലാം ഉപയോഗിച്ചിരുന്നു. ട്രേ ക്രോണർ കാസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ ഉപയോഗത്തിലിരുന്ന വസ്തുക്കളും രാജകീയ വസ്ത്രങ്ങളുമെല്ലാം മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ട്. 700 വർഷം മുൻപ് നിർമ്മിതമായ കാസിലിന്റെ ഭാഗങ്ങളാണ് ഇത്. പലയിടത്തും 5 മീറ്റർ വരെ ഘനമുള്ള ചുവരുകളാണ് ഇതിനുള്ളത്. ഭൂഗർഭ അറയിൽ നിന്നും കയറി ഞാൻ കൊട്ടാരക്കെട്ടിന്റെ പുറത്തേക്കിറങ്ങി. 1 മണിക്കൂറിലേറെ നേരം സ്റ്റോക്ക്ഹോം കൊട്ടാരത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞു. സ്വീഡനിൽ നിന്നും യാത്ര തുടരാനുള്ള സമയമാവുന്നു. പുറം കാഴ്ചയിൽ അത്ഭുത നിർമ്മിതിയൊന്നുമല്ല സ്റ്റോക്ക്ഹോം പാലസ്. കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സ്റ്റോക്ക്ഹോമിന്റെ വളരെ പ്രാധാന്യമാർന്ന ഒരു ഭാഗമാണ് ഇക്കാണുന്നത്. ഒരു ദ്വീപിലാണ് കൊട്ടാരം. മുന്നിൽ ഇടതുവശത്ത് ഇക്കാണുന്നതാണ് സ്വീഡന്റെ പാർലമെന്റ് ഹൗസ്. ആരോൺ ജൊഹാൻസൺ എന്ന വിഖ്യാതനായ ആർക്കിടെക്റ്റാണ് നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള ആ മന്ദിരം രൂപകൽപ്പന ചെയ്തത്. പാർലമെന്റ് ഹൗസ് നിലകൊള്ളുന്നതും ഒരു ദ്വീപിലാണ്. കൽപ്പാലങ്ങൾ കൊണ്ട് ദ്വീപുകളെയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. റിക്സ് ഗാറ്റൺ എന്ന തെരുവ് നീണ്ടുകിടക്കുന്നു. സ്വീഡിഷ് പാർലമെന്റ് സമുച്ചയത്തിന്റെ പടിഞ്ഞാറൻ മന്ദിരങ്ങൾക്കുള്ളിലൂടെയാണ് റിക്സ് ഗാറ്റൺ കടന്നുപോകുന്നത്. തെരുവിന്റെ 2 വശങ്ങളിലുമായാണ് പാർലമെന്റ് ഹൗസിന്റെ പ്രധാന ഭാഗങ്ങൾ. അവയെ ബന്ധിപ്പിച്ചുകൊണ്ടെന്നോണം തെരുവിനു കുറുകെ 2 യുദ്ധവിജയ സ്മാരക കമാനങ്ങളുമുണ്ട്. എനിക്ക് നോർവേയിലേക്ക് യാത്ര തുടരുന്നതിന് ഇനിയും 3/4 മണിക്കൂർ കൂടി അവശേഷിക്കുന്നുണ്ട്. അതിനാൽ ഗാംല സ്റ്റാൻ എന്നറിയപ്പെടുന്ന സ്റ്റോക്ക്ഹോം ഓൾഡ് ടൗണിന്റെ കാഴ്ചകളിലൂടെ നടത്തം തുടരുകയാണ്. ജലനഗരമാണ് സ്റ്റോക്ക്ഹോം എന്ന് പറയാം. ഉൾക്കടലിലെ ചെറുദ്വീപുകളിൽ രൂപം കൊണ്ട നഗരം. ദ്വീപുകളെ ബന്ധപ്പെടുത്തി പഴയതും പുതിയതുമായ നിരവധി പാലങ്ങൾ. ഒരു പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ അകലെ സ്വർണ്ണമകുടവുമായി ഒരു ഗോപുരം കാണാം. സ്റ്റോക്ക്ഹോം സിറ്റി ഹാളിന്റെ ഗോപുരമാണത്. ആഗോളതലത്തിൽ പ്രശസ്തമാണ് സ്റ്റോക്ക്ഹോം സിറ്റി ഹാൾ. വർഷം തോറും നോബൽ പ്രൈസ് ബാങ്കറ്റുകൾ നടക്കുന്ന ഇടം എന്ന പ്രത്യേകത കൊണ്ടാണത്.
റെയിൽവേ സ്റ്റേഷന്റെ അടുത്തു തന്നെയാണ് സിറ്റി ഹാൾ. അരമണിക്കൂർ ചെലവഴിച്ച് ആ സിറ്റി ഹാൾ കൂടി കണ്ടിട്ട് യാത്ര തുടരാമെന്ന് ഞാൻ തീരുമാനിച്ചു. വാസാ ബ്രോൺ എന്ന പാലത്തിലൂടെ സിറ്റി ഹാളിനരികിലേക്ക് നടക്കുകയാണ്. 14 ദ്വീപുകളിലായി രൂപപ്പെട്ട നഗരമാണ് സ്റ്റോക്ക്ഹോം. 57 പാലങ്ങൾ ഈ ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. വാസാ ബ്രോണിലൂടെ ഞാൻ സ്റ്റോക്ക്ഹോം സിറ്റി ഹാളിന് മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച അതിഗംഭീരമായൊരു മന്ദിരമാണ് സിറ്റി ഹാൾ. കവാടം കടന്നെത്തുന്നത് വലിയൊരു നടുമുറ്റത്തേക്കാണ്. നടുമുറ്റത്തിനപ്പുറം ആർച്ചുകളോട് കൂടിയ ഒരു ഭാഗം കാണാം. അതിനപ്പുറം ഉൾക്കടലിന്റെ ഭാഗമാണ്. ഈ നടുമുറ്റത്ത് വെച്ചും വിശേഷപ്പെട്ട ചടങ്ങുകളും പൊതുപരിപാടികളുമെല്ലാം നടക്കാറുണ്ട്. സ്റ്റോക്ക്ഹോം മുനിസിപ്പൽ കൗൺസിലിന്റെ ആസ്ഥാനമാകുമ്പോൾ തന്നെ നഗരത്തിലെ വലിയൊരു ടൂറിസ്റ്റ് ആകർഷണവുമാണ് ഈ സിറ്റി ഹാൾ. 1911 മുതൽ 1923 വരെയുള്ള വർഷങ്ങളിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. സ്വീഡന്റെ നാഷണൽ റൊമാന്റിക് ശൈലിയും റൊമനസ്ക് ശൈലിയും കോർത്തിണക്കിയാണ് മന്ദിരം പണിതിരിക്കുന്നത്. ചുടുകട്ടയാണ് പ്രധാന നിർമ്മാണ വസ്തു. തെക്കുകിഴക്ക് മൂലയിൽ സിറ്റി ഹാൾ ഗോപുരം. സ്വീഡന്റെ പഴയ ദേശീയ മുദ്രയായ 3 ക്രൗൺസ് ആണ് ഗോപുരമുകളിൽ. 106 മീറ്റർ ഉയരമുള്ള ഗോപുരമാണ്. സാധാരണഗതിയിൽ 30 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരമുണ്ടത്. പണ്ടൊരിക്കൽ ഈ സിറ്റി ഹാൾ ഞാൻ സന്ദർശിച്ചിരുന്നു. സഞ്ചാരം തുടങ്ങിയതിനു ശേഷമുള്ള രണ്ടാമത്തെ യൂറോപ്യൻ യാത്രയ്ക്കിടെയായിരുന്നു അത്. നൊബേൽ സമ്മാന വിതരണശേഷം നടക്കുന്ന അത്താഴവിരുന്നു തന്നെയാണ് സ്റ്റോക്ക്ഹോം സിറ്റി ഹാളിൽ നടക്കാറുള്ള ഏറ്റവും പ്രൗഢമായ ചടങ്ങ്. സമ്മാനത്തിനർഹരായവരും പ്രത്യേക ക്ഷണിതാക്കളും ഉൾപ്പെടെ 1300 പേരാണ് ആ വിരുന്നിൽ പങ്കെടുക്കുക. ഇതിൽ 200 പേർ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും. സ്വീഡിഷ് രാജകുടുംബം എല്ലാ വർഷവും ഈ വിരുന്നിൽ പങ്കെടുക്കാറുണ്ട്. രാജാവ് തന്നെയായിരിക്കും ചടങ്ങിൽ അധ്യക്ഷനാവുന്നതും. നൊബേൽ വിരുന്ന് നടക്കുന്നതിന് മുന്നോടിയായി ഈ സിറ്റി ഹാൾ ആകെ ഒന്ന് അണിഞ്ഞൊരുങ്ങാറുണ്ട്. വിരുന്നൊരുക്കുന്ന ബ്ലൂ ഹാൾ അലങ്കരിക്കുന്നതിനുള്ള പുഷ്പങ്ങൾ ഇറ്റാലിയൻ നഗരമായ സാൻ റെമോയിൽ നിന്നാണ് എത്തുക. അവിടെയായിരുന്നു ആൽഫ്രഡ് നൊബേൽ തന്റെ അവസാന കാലം ചെലവഴിച്ചത്. സിറ്റി ഹാളിന്റെ അകമൊന്ന് കയറി കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. നൊബേൽ അത്താഴവിരുന്ന് നടക്കുന്ന ബ്ലൂ ഹാൾ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. ഇതാണ് അവിടേക്കുള്ള വഴി. പടവുകൾ കയറി ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സിറ്റി ഹാളിൽ ഗൈഡഡ് ടൂറുകളാണ് പ്രധാനം. നിശ്ചിത സമയങ്ങളിൽ ഇവിടുത്തെ ഗൈഡുകൾ സന്ദർശകരെ സിറ്റി ഹാളിനകത്തെ പ്രധാന കാഴ്ചകളിലേക്കെല്ലാം കൊണ്ടുപോകും. സഞ്ചാരികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം സിറ്റി ഹാളിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെ കയറിയിറങ്ങി നടക്കാനാവില്ല. അടുത്ത ഗൈഡഡ് ടൂർ ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞേ ഉണ്ടാവൂ. അതുവരെ കാത്തുനിൽക്കാൻ എനിക്ക് കഴിയില്ല. ഓസ്ലോയിലേക്കുള്ള ട്രെയിൻ പിടിക്കണമല്ലോ. സിറ്റി ഹാളിനടുത്തു നിന്നും സ്റ്റാഡ് ഷൂസ് ബ്രോൺ പാലത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സിറ്റി ഹാൾ ബ്രിഡ്ജ് എന്നാണ് സ്റ്റാഡ് ഷൂസ് ബ്രോൺ എന്ന സ്വീഡിഷ് വാക്കിന്റെ അർത്ഥം. പാലത്തിന് താഴെ ഉൾക്കടൽ തീരത്ത് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും കൗണ്ടറുകളുമെല്ലാം കാണാം. ഇവിടെ നിന്നും ധാരാളം ക്രൂസ് ബോട്ടുകൾ പുറപ്പെടാറുണ്ട്. ദ്വീപുകളെ കണക്ട് ചെയ്ത് നല്ല പാതകളും മെട്രോയും ബോട്ട് സർവീസും റെയിൽവേയുമെല്ലാം ഉണ്ട് സ്റ്റോക്ക്ഹോമിൽ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്കാണ് ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. ഏതു സമയത്തും ജനം നിറഞ്ഞൊഴുകുന്ന റെയിൽവേ സ്റ്റേഷനാണ് സ്റ്റോക്ക്ഹോമിലേത്. സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളിലേക്ക് മാത്രമല്ല, പ്രമുഖമായ യൂറോപ്യൻ നഗരങ്ങളിലേക്കും ഇവിടെ നിന്നും ട്രെയിൻ പുറപ്പെടുന്നുണ്ട്. ബോർഡിൽ കാൾസ്റ്റാഗ് ആർവിക്ക വഴി ഓസ്ലോയിലേക്കുള്ള ട്രെയിൻ 3:59 10-ാം നമ്പർ ട്രാക്കിലെത്തുമെന്ന് കാണുന്നു. ഞാൻ 10-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള നടപ്പ് തുടങ്ങി. പല നിലകളുണ്ട് സ്റ്റേഷന്. താഴത്തെ നിലയിലാണ് സിറ്റി സർവീസ് നടത്തുന്ന ട്രെയിനുകളും മെട്രോയുമെല്ലാം ഉള്ളത്. അതിവിപുലമായ ഒരു സ്റ്റേഷൻ. 1871 പ്രവർത്തനം തുടങ്ങിയതാണിത്. 10-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ഗോത്തൻബർഗിലേക്ക് പോകുന്ന ഒരു ചുവന്ന വണ്ടി കിടപ്പുണ്ട്. സ്വീഡനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ഗോത്തൻബർഗ്. ആ നഗരത്തിൽ ചെന്ന ശേഷവും ഓസ്ലോയിലേക്ക് പോകാം. പക്ഷേ അതല്പം വളഞ്ഞു ചുറ്റിയുള്ള യാത്രയാവും.
കാൾസ്റ്റാഡ് വഴി ഓസ്ലോയിലേക്ക് പോകുന്ന വണ്ടി ഉടനെ എത്തുമെന്ന് ബോർഡിൽ തെളിയുന്നു. അതിനുവേണ്ടി കാത്തുനിൽക്കെ മറുഭാഗത്ത് ഒരു കറുത്ത വണ്ടി കിടക്കുന്നത് കാണാം. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വണ്ടി. പുറമേ പറയത്തക്ക ചന്തമൊന്നുമില്ലെങ്കിലും ഗംഭീരമായ സൗകര്യങ്ങളുള്ള വണ്ടികൾ തന്നെയാണ് ഇതെല്ലാം. യൂറോപ്പിലെവിടെയും ട്രെയിൻ യാത്ര സുഖകരമാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ട്രെയിനുകളിൽ ആവശ്യത്തിന് യാത്രക്കാരില്ല എന്നതു മാത്രമാണ് പ്രശ്നം. എന്നാൽ സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ട്രെയിനുകളിലെല്ലാം നല്ല തിരക്കാണ് കാഴ്ച. ലോകത്തെ ഏറ്റവും വലിയ 21ാമത്തെ റെയിൽ ശൃംഖലയാണ് സ്വീഡനിലേത്. അങ്ങനെ നിൽക്കെ ഇതാ 10ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഓസ്ലോയിലേക്ക് പോകുന്ന വണ്ടി എത്തി. SJ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്വീഡിഷ് നാഷണൽ റെയിൽവേയുടെ വണ്ടിയാണ്. ഇവിടെ നിന്നും ഇനി 4.5 മണിക്കൂർ യാത്രയുണ്ട് ഓസ്ലോയിലേക്ക്. 1ാമത്തെ ബോഗിയിലാണ് എൻ്റെ സീറ്റ്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റാണ്. ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ വിദേശികൾക്ക് സാധാരണയായി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റേ ലഭിക്കാറുള്ളൂ. മനോഹരമായ ബോഗി. 3 നിര സീറ്റുകളേ ഉള്ളൂ. ഒരു വശത്ത് സിംഗിൾ സീറ്റും മറുവശത്ത് ഡബിളും. 17ാം നമ്പർ സീറ്റാണ് എൻ്റേത്. അത് കണ്ടുപിടിച്ച് ഇരിപ്പുറപ്പിച്ചു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. താമസിയാതെ വണ്ടി സ്റ്റോക്ക്ഹോം പട്ടണത്തിൽ നിന്നും യാത്ര തുടങ്ങി. ഒരു രാജ്യത്തു നിന്നും മറ്റൊന്നിലേക്കുള്ള ട്രെയിൻ യാത്രയാണിത്. സ്റ്റോക്ക്ഹോമിലെ ഷെറാട്ടൺ ഹോട്ടലാണ് പാതയുടെ മറുഭാഗത്ത് കാണുന്നത്. ആ തെരുവിലൂടെയൊക്കെയാണ് അല്പം മുമ്പ് ഞാൻ നടന്നത്. ഇനി പാലങ്ങൾ കടക്കണം. ഉൾക്കടലും വലിയൊരു തടാകവും കൂടിച്ചേരുന്ന ഇടമാണ് സ്റ്റോക്ക്ഹോം. നഗരത്തിലെ ചില ദ്വീപുകൾ ഉൾക്കടലിലാണെങ്കിൽ മറ്റു ചില തുരുത്തുകൾ മാലറൻ എന്ന വലിയ തടാകത്തിലാണ്. പാലം കടന്ന് ട്രെയിൻ നീങ്ങുകയാണ്. സ്റ്റോക്ക്ഹോം ആർക്കിപ്പെലഗോ എന്നറിയപ്പെടുന്ന ദ്വീപ് സമൂഹത്തിലെ 14 ദ്വീപുകളിലായാണ് സ്റ്റോക്ക്ഹോം സിറ്റി നിലകൊള്ളുന്നത്. എന്നാൽ സ്റ്റോക്ക്ഹോം ദ്വീപ് സമൂഹത്തിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 24,000 വരും. ഇവയിൽ പലതും 1/2 ഏക്കർ പോലും വിസ്തൃതിയില്ലാത്തവയാണ്. ഒരു പാലം കടന്നെത്തിയിരിക്കുന്നത് അസ്ട്രാ ഹോൾമർ എന്ന ദ്വീപിലേക്കാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് തുരുത്തുകളാണ് സ്റ്റോക്ക്ഹോം ദ്വീപ് സമൂഹത്തിലുള്ളത്. അനേകം എഴുത്തുകാരെയും കലാകാരന്മാരെയും പ്രചോദിപ്പിച്ചിട്ടുള്ള നഗരമാണ് സ്റ്റോക്ക്ഹോം. ചരിത്രവും സംസ്കാരവും ഇഴചേർന്നു കിടക്കുന്ന നാട്. അർസ്റ്റാബർഗ് സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്. സ്റ്റോക്ക്ഹോമിന്റെ പ്രാന്തഭാഗത്ത് റെയിൽ വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ ഒരു പ്രധാന ഹബ്ബാണ് അർസ്റ്റാബർഗ്. 2006 ഇവിടെ വിപുലമായ കണ്ടെയ്നർ യാർഡോടുകൂടി റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായത്. ഇതെല്ലാം സ്റ്റോക്ക്ഹോമിന്റെ സബർബൻ ഏരിയയാണ്. സ്വീഡിഷ് റെയിൽവേയുടെ സ്റ്റോക്ക്ഹോം സിറ്റി ട്രെയിൻ സർവീസിന്റെ അവസാന സ്റ്റോപ്പുകളാണ് ഇവിടെയുള്ളത്. സ്വീഡന്റെ ഉൾനാടൻ കാഴ്ചകളിലൂടെയുള്ള യാത്ര. ട്രെയിൻ ഇപ്പോൾ ലിസേബർഗ് എന്ന പട്ടണത്തിലേക്ക് എത്തുന്നു. സ്റ്റോക്ക്ഹോം സിറ്റിയുടെ ഒരു ഉപഗ്രഹ പട്ടണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടം. സ്റ്റോക്ക്ഹോമിൽ ജോലി ചെയ്യുന്നവരും മറ്റും താമസിക്കുന്ന സിറ്റിക്ക് പുറത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ലിസേബർഗ്. അവിടം പിന്നിട്ട് ഫ്ലെമിംഗ്സ്ബർഗിലേക്ക് എത്തുന്നു. ഫ്ലെമിംഗ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്. 12,000 ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് ഫ്ലെമിംഗ്സ്ബർഗ്. എന്നാൽ ഇവിടെയുള്ള സോഡർടോൺ യൂണിവേഴ്സിറ്റി കോളേജിൽ 13,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മറ്റു പട്ടണങ്ങളിൽ നിന്നും റെയിൽ മാർഗം ഇവിടെ എത്തുന്നവരാണ് വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും. സ്വീഡന്റെ ഉൾനാടിന്റെ വലിയൊരു ശതമാനവും ഇത്തരത്തിലുള്ള വനപ്രദേശമാണ്. ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് സ്വീഡൻ. അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകളിൽ വിജനപ്രദേശങ്ങളാണ് കൂടുതലായും കാണുന്നത്. എന്നാൽ ഇടയ്ക്കിടെ ചില ഫാക്ടറികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും കാണാം. ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ബോഗിയിലാണ് ഞാൻ ഇരിക്കുന്നത്.
എന്റെ സീറ്റിലിരുന്നാൽ പുറത്തെ കാഴ്ചകൾ വ്യക്തമായി പകർത്താനാവാത്തതിനാൽ വാതിക്കൽ വന്ന് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. വീണ്ടും വനപ്രദേശങ്ങളുടെ കാഴ്ചയാണ്. സൈബീരിയയിലൂടെ നടത്തിയ യാത്രയിൽ കണ്ട വനങ്ങളെ ഈ കാഴ്ചകൾ എന്റെ ഓർമ്മയിലെത്തിക്കുന്നുണ്ട്. വനങ്ങൾക്ക് നടുവിലാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും വിളയുന്ന കൃഷിയിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സ്വീഡിഷ് ഗ്രാമീണ പ്രകൃതി ഒരു കാഴ്ച തന്നെയാണ്. ഗോതമ്പും കന്നുകാലികൾക്കുള്ള പുല്ലും നിരന്ന ഈ പാടങ്ങളിൽ വളരുന്നു. കൃഷിയിടങ്ങളോട് ചേർന്ന് കാറ്റിൽ ഫാമുകളും വ്യവസായശാലകളും. അതിനപ്പുറം വനം. സ്വീഡന്റെ ആകെയുള്ള ഭൂവിസ്തൃതിയിൽ 53% ഇത്തരം വനമാണ്. പൈൻ, ഓക്ക്, സ്പ്രൂസ് തുടങ്ങിയ വൃക്ഷങ്ങളാണ് സ്വീഡിഷ് വനങ്ങളിൽ കൂടുതലായുള്ളത്. 18-ാം നൂറ്റാണ്ടിൽ സ്വീഡന്റെ ഗ്രാമങ്ങൾ ഇന്നുള്ളതിലും സജീവമായിരുന്നുവെന്ന് പറയാറുണ്ട്. ഗ്രാമങ്ങളിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി പട്ടണത്തിലേക്ക് ചേക്കേറിയതോടെ ചെറുകിട കൃഷികൾ ഇല്ലാതെയായി. എന്നാൽ ഇന്ന് വൻകിട കൃഷിയിടങ്ങളാണ് ഗ്രാമങ്ങളിലുള്ളത്. വനം എന്നത് ഇവിടെ കൃഷിയിടം കൂടിയാണ്. സോഡർതാലി എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാലാറൻ തടാകത്തിൽ നിന്നും ബാൾട്ടിക് കടലിലേക്ക് നീണ്ടുപോകുന്ന കനാലാണ് ഈ കാണുന്നത്. അതിന്റെ കരയിൽ ധാരാളം വ്യവസായശാലകളും ഇന്ധന സംഭരണികളും. സ്വീഡനിൽ വാഹന നിർമ്മാണ ഫാക്ടറികൾക്ക് പേരുകേട്ട പട്ടണം കൂടിയാണ് സോഡർതാലി. യൂറോപ്പിലെ പ്രമുഖ ട്രക്ക് നിർമ്മാതാക്കളായ സ്കാനിയ, കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ എന്നിവയുടെയെല്ലാം വലിയ ഫാക്ടറികൾ ഇവിടെയുണ്ട്. ട്രെയിൻ സോഡർതാലി റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര തുടരുകയാണ്. സ്റ്റേഷൻ കടന്ന് അല്പം പോകുന്നതോടെ വീണ്ടും ഗ്രാമീണ കാഴ്ചകളായി. 4.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യമാണ് സ്വീഡൻ. 98 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. അതിൽ 85% പട്ടണവാസികളാണ്. ഗ്രാമങ്ങളിൽ പലതും തീർത്തും ശൂന്യമാകുന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ എന്റെ സീറ്റിൽ വന്നിരിക്കും. എതിർവശത്തെ സീറ്റിൽ ഒരാളിരുന്ന് നല്ല ഉറക്കമാണ്. ആ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് എന്റെ ചിന്ത. സുഖകരമായ യാത്രയാണ് ഈ ട്രെയിനിൽ. അയാൾ മാത്രമല്ല, യാത്രികരിൽ മിക്കവരും ഉറക്കമാണ്. ഇവിടെ ഒരു സീറ്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ പോയിരുന്ന് പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യണം. എന്റെ ഷൂട്ടിംഗ് പരിപാടി കുറച്ചുനേരം കണ്ടിരുന്ന ഒരാൾ തന്റെ മൊബൈലിൽ പുറത്തെ ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ രസകരമായ ധാരാളം കാഴ്ചകൾ ലഭിക്കും ട്രെയിൻ യാത്രയിൽ. ഇവരൊക്കെ സ്വീഡിഷ് പൗരന്മാർ തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ ഫ്ലെൻ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഫ്ലെൻ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെയൊന്നും ട്രെയിൻ നിർത്തുന്നില്ല. 6000-ലേറെ ജനം വസിക്കുന്ന പട്ടണമാണ് ഫ്ലെൻ. കവിതകളിലും നാടോടിപ്പാട്ടുകളിലും നൃത്തഗാനങ്ങളിലും ഇടം പിടിച്ച പ്രദേശമെന്ന നിലയിൽ സ്വീഡനിലെങ്ങും ഫ്ലെൻ പ്രശസ്തമാണ്. മുന്തിരിത്തോപ്പുകളുടെ പ്രദേശം കൂടിയാണിത്. 1971 രൂപീകൃതമായ ഫ്ലെൻ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനമാണ് ഈ പട്ടണം. ഉയർന്ന ജീവിത നിലവാരമാണ് സ്വീഡനിലുള്ളത്. പണ്ട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയാണ് സ്വീഡനിലെ ആളുകൾ വടക്കേ അമേരിക്കയിലേക്ക് ഒഴുകിയത്. എന്നാൽ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഭ്രമിച്ച് മറ്റു നാടുകളിൽ ഉള്ളവർ സ്വീഡനിലേക്ക് ചേക്കേറുന്നതാണ് ഇന്നത്തെ കാഴ്ച. ശക്തവും വലിയ വളർച്ച നേടുന്നതുമായ സാമ്പത്തിക രംഗമാണ് സ്വീഡന്റേത്. തടി, ജലവൈദ്യുതി, ഇരുമ്പയിര്, വാഹനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, മരുന്നുകൾ, രാസവസ്തുക്കൾ തുടങ്ങി ആയുധങ്ങൾ വരെ സ്വീഡൻ വൻതോതിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2-ാം ലോകമഹായുദ്ധകാലത്ത് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞിരുന്നു. അപ്പോഴും സ്വീഡന്റെ സമ്പദ് രംഗം വളരുന്നതാണ് ലോകം കണ്ടത്. യുദ്ധകാലത്ത് പക്ഷം പിടിക്കാതെ നിലകൊണ്ടതിലൂടെയാണ് അത് സാധ്യമായത്. ബോഗിയിൽ ടിക്കറ്റ് എക്സാമിനർ എത്തിയിരിക്കുന്നു. ഒരു ചെറു ട്രോളിയും തള്ളിക്കൊണ്ടാണ് ടിക്കറ്റ് പരിശോധകൻ എത്തുന്നതെന്നതാണ് രസകരമായ കാര്യം. ട്രോളിയിൽ ഭക്ഷണ സാധനങ്ങളാണ്. എയർ ഹോസ്റ്റസിന്റെ ജോലികളെല്ലാം ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിനുകളിലെ ടിടിഇമാരെ പോലെ കൃത്രിമ ഗൗരവക്കാരല്ല ഇവർ. എതിർവശത്തുള്ള എന്റെ സഹയാത്രികൻ ഇപ്പോഴും ഗാഢനിദ്രയിലാണ്.
ടിക്കറ്റ് പരിശോധകൻ ഓരോ സീറ്റിനടുത്തും ട്രോളി തള്ളിക്കൊണ്ടു ചെന്ന് ലഘുഭക്ഷണവും പാനീയവും വിതരണം ചെയ്യുന്നത് തുടരുന്നു. യാത്രക്കാരെ പരമാവധി സഹായിക്കുകയാണ് ഇവരുടെ ജോലി. സ്വീഡിഷ് ഗ്രാമങ്ങളിലൂടെ ട്രെയിൻ നോർവേയിലെ ഓസ്ലോ ലക്ഷ്യമാക്കി കുതിപ്പ് തുടരുകയാണ്. പല ഗ്രാമങ്ങളും പട്ടണങ്ങളും പിന്നിടാനുണ്ട്. നേരമിരുട്ടാൻ ഇനിയും മണിക്കൂറുകൾ കഴിയണം. പുതിയ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയോടെ ക്യാമറ പുറത്തേക്ക് തിരിച്ചുവെച്ച് സ്വീഡന്റെ മണ്ണിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്.